കടം വാങ്ങി പണം കൊണ്ട് ടിക്കറ്റ് എടുത്ത് കല്യാൺ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് 10 ദിവസം ആ റെയിൽവേ സ്റ്റേഷനിൽ പാർത്ത് അവിടുത്തെ പബ്ലിക് ലാട്രിൻ ഉപയോഗിച്ച് സ്റ്റേഷനിലെ വടാപ്പാവ് കഴിച്ച് 17ാമത്തെ വയസ്സിൽ ജീവിതം ആരംഭിച്ച ഒരു മാർത്തോമാക്കാരനെ എനിക്കറിയാം. ഒരു മലയാളിയെ പരിചയപ്പെട്ടു. അയാളെ കമ്പനി കൊണ്ടുപോയി. ചുമട് ചുമക്കുന്ന ജോലി. ആദ്യം വിദ്യാഭ്യാസം ഇല്ല. ഉന്തുവണ്ടിയിൽ ചുമട് ചുമക്കണം ഗോഡൌണിലേക്ക്, ഫാക്ടറിയിൽ നിന്ന് തിരികെ. അതുപോലെ ആ മലയാളിക്ക് ഇഷ്ടപ്പെട്ടു. ജോലി വിശ്വസ്തനാണ്. പതുക്കെ പതുക്കെ കൊച്ചു കൊച്ചു സൂപ്പർവൈസറാക്കി എന്നെ മാറ്റി. ഇന്നൊരു വലിയ ബിസിനസ് ശൃംഖലയുടെ ചുമതല വഹിക്കുന്ന വ്യക്തിയാ. അദ്ദേഹം സാക്ഷ്യം പറഞ്ഞപ്പോൾ കണ്ണു നിറഞ്ഞു പറയുകയാണ്, അച്ഛാ, എനിക്ക് ടിക്കറ്റ് എടുത്ത് തരാൻ എൻ്റെ അമ്മയുടെ കൈ പണമില്ലായിരുന്നു. അടുത്ത വീട്ടിൽ നിന്ന് കടം വാങ്ങിയ കൊല്ലത്തുനിന്ന് വരുന്ന ടിക്കറ്റ് എടുത്ത് എന്നെ അയച്ചത്. ഞാൻ എന്തെങ്കിലും ആയെങ്കിൽ ദൈവത്തിന്റെ കൃപയാ. മുംബൈ പട്ടണത്തിൽ അടിച്ചു പൊളിക്കാൻ വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്തോത്രം പറയണ്ട. ജീവിക്കാൻ വേണ്ടി വന്നവരല്ലേ, ജീവിതം വഴിമുട്ടിയപ്പോൾ വന്നവരല്ലേ. എന്നാൽ ഇന്നോ ഒരു ഭാഗം മാത്രം ഞാൻ പറയാം, സമയമില്ലാത്തത് കൊണ്ട്. വിവാഹങ്ങൾ തന്നെ എടുക്കുക. പണക്കൊഴുപ്പല്ലേ. നമുക്ക് എവിടുന്ന് കിട്ടി സംസ്കാരങ്ങൾ? പ്രീ വെഡിങ് ഷൂട്ട്, ബ്രൈഡൽ ഷവർ, ബാച്ചിലേഴ്സ് പാർട്ടി, വൈൻ ടോസ്റ്റ്, കപ്പിൾ ഡാൻസ്, കസിൻസ് ഡാൻസ്, ഫ്രണ്ട്സ് ഡാൻസ്, പിന്നെ അപ്പന്റെ ഡാൻസ്, പിന്നെ അമ്മായിയപ്പന്റെ ഡാൻസ്. കഷ്ടം! From where you got this culture? അടിച്ചു പൊളിക്കുകയല്ലേ. 9 മാസം 9 ദിവസം 9 നിമിഷം ഉദരത്തിൽ പേറിയ പ്രാർത്ഥിച്ചുണ്ടായ നിന്റെ പൈതലിന്റെ വിവാഹത്തിന് പിന്നിൽ എത്ര പ്രാർത്ഥനയുണ്ട് അമ്മമാരെ, എത്ര കണ്ണുനീരുണ്ട്, ദൈവത്തോടുള്ള ആലോചനയുണ്ട്. നിന്റെ ഓരോ ആഘോഷങ്ങളിലും എത്ര സ്തോത്രമുണ്ട്. ഇതെല്ലാം ഒരു കസ്റ്റമിന്റെ ഭാഗമായി. Now I will call upon Reverend so and so to come and invoke God's presence. അവക്ക് ആവശ്യത്തിന് തുണിയില്ല നിൽക്കുന്നവൾക്ക്. പ്രസൻസ് ഇൻവോക്ക് ചെയ്യാൻ വിളിക്കുന്നവർക്ക് വേണ്ട വിധത്തിൽ വസ്ത്രമില്ല. കഷ്ടം! പിന്നെ എന്തൊക്കെ പരസ്യമായിട്ട് കിസ് ചെയ്യണോ, കെട്ടിപ്പിടിക്കണോ. ക്യാമറാമാനാ പറയുന്നത് എങ്ങനെ ചെയ്യണം, അഭിനയിക്കണം, എന്ത് ചെയ്യണം, അതിലെല്ലാം റെഡിയാ. അവസാനം തള്ളയും തന്തയും കസിനും കുസിനും എല്ലാം കിടക്കണം. ഡാൻസ് ആണ്, കൂത്ത. ലേവ്യ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. Do not follow the practices of the land of Egypt where you used to live. നീ പാർത്ത മിസ്രൈം ദേശത്ത് നടപ്പ് പോലെയാകരുത്. Or follow the practices of the land of Canaan where I am taking you now. നീ പോകുന്ന കനാൻ ദേശത്തിലെ നടപ്പ് പോലെയും ആകരുത്. നീ പാർത്ത ഈജിപ്തിലെ നടപ്പ്, നീ പോകുന്ന കനാനിലെ നടപ്പ് തെരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനത്തിന്റെ നടപ്പല്ല. എന്നിട്ട് പറയുന്നത്, you must not follow their customs because you have a different calling. You are called out, you are chosen. ഓ ഭൂതലത്തിലേക്ക് വെച്ച് എല്ലാ ജാതികളിലും മേന്മയുള്ള ജാതിയായി തമ്പുരാൻ നിന്നെ തെരഞ്ഞെടുത്തത്. നീ ഈജിപ്ഷ്യനാകാൻ വേണ്ടിയല്ല, നീ കനാൻ നാട്ടുകാരനാകാൻ വേണ്ടിയല്ല. ഓ, യു ആർ ദി ചൈൽഡ് ഓഫ് ഗോഡ്. 33.5 വയസ്സിൽ ചങ്കിലെ ചോര ഊറ്റിത്തന്ന് നിന്നെ മകനായി മകളായി നിന്നെ വിലയ്ക്ക് വാങ്ങിയ ഒരു തമ്പുരാനുണ്ട്. അവനെ അനുസരിച്ചൊരു ജീവിതം. നമ്മുടെ കല്യാണത്തിന്റെ ആഘോഷങ്ങളൊക്കെ കൃപയുടെ സെലിബ്രേഷൻ ആകട്ടെ. Let our marriages be the celebrations of grace of God. ദൈവം നടത്തിയതിനെ ഉച്ചേശ്വരം പ്രഘോഷിപ്പാൻ